313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയ ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത്, അതാണ് നേരത്തെ പറഞ്ഞത്, ജാഹിലിക്ക് തസൗഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു വെറുതെ പറഞ്ഞതല്ല. അതേ, ഹദാ ജഹൂലുൻ കൈഫ ദുൽ ജഹ്ലി യസ്ലുഹു. വിവരമില്ലാത്തവൻ എങ്ങനെ നന്നാകുക? വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ, പിന്നെ എങ്ങനെയാണ് നന്നാകുക? വിവരമില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല, വിവരമുള്ളവർ പറയുമ്പോൾ കേട്ടാൽ മതി. അതിന് വിവരമുള്ള ഇല്ല എന്നുള്ള വിവരം ഇല്ലാതെ വിവരമുള്ളവരെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവനെങ്ങനെ നന്നാകുക? വദുൽ ജഹ്ലി യസ്ലുഹു. എങ്ങനെയാണ് അവൻ നന്നാകൽ? എങ്ങനെയാണ്? സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ മഹാന്മാര് സഹാബത്താണ്. ആ സഹാബത്ത് ഖുർആന്റെ നഫ്സ് കൊണ്ട് തന്നെ റളിയല്ലാഹു അൻഹും വറദുവാൻ, അതിലേറ്റവും വലിയ മഹാന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് സഹാബത്ത്. ഒന്നാമത്തെ ഖുത്ബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, നാലാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, അഞ്ചാമത്തേത് ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, ആറാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, മഹാനായ ഇമാം ഷാറാനിയെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ആ മുആവിയ റളിയല്ലാഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞ ഒരു തരീഖത്ത്, സർക്കാർ തരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാൻ നോക്കിയില്ലേ? മുആവിയ റളിയല്ലാഹു മുനാഫിഖാണെന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഖുതുബാണവർ എന്ന് സൂഫിയാക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അപ്പൊ സൂഫിയാക്കളെ കിതാബുകളോ അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത് മുസ്ലിമീങ്ങൾ, വളരെ ശ്രദ്ധിക്കണം. മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, വയഖൂലു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഇന്ന സ്വഹാബത കാനൂ അഹ്ലുൽ ജദബത്തി ബിഖുവ്വത്തി സ്വഹബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ثم انتشرت تلك الجواد بعد علي بن ابي طالب رضي الله عنه الى مشايخ الطريقه، ثم تشعبت الى سلاسل كثيره حتى ضعفت وانقطعت عن كثير منهم، فبقي منهم الرسوم في صوره شيوخه بلا معنى، ثم تشعب منهم اهل البدع. പിന്നെ ബിദ്അത്തുകാര് അതിൽ നിന്നൊക്കെ കുറെ ആളുകൾ രംഗത്ത് വന്നു. അങ്ങനെ കുറെ കക്ഷികളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ബിദ്അത്തുകാരായ കുറെ ആളുകൾ തസൗഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ, മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അടക്കം നമ്മളെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച സംഗതിയാണ്. എവിടെയെങ്കിലും ഒരു ആൾ ശൈഖ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല, നമ്മൾ അതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സിറുൽ അസ്റാർ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മഹാന്മാര് വീണ്ടും പറയാണ്, മശായിഖന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറെ ആളുണ്ട്. ഫസ്ലുൻ ഫീ ദിക്രി ബഅദിൽ മുതശബ്ബിഹീന ബിൽ മശായിഖ് വഅഹ്ലിൽ ഇറാദ വഹദാ ബാബുൻ മുത്തസിൻ മുതശഅബുൻ ഖല്ല അൻ തൻഹസ്റ മഫാസിദുഹു. നാശം വലുതല്ല, ഈ ശൈഖ് കോലം കെട്ടി നടക്കുന്നവർക്കുള്ള നാശം ചെറുതല്ല. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, أو يتعين ما يقع منه لكثرته لكن نشير إلى شيء منه ليستدل به على ما عداه والله المستعان. അത്തരം വേഷം കെട്ടുന്ന ശൈഖന്മാർ, അവർക്കുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. ആരാ പറയുന്നത്? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊന്നും ചില്ലറക്കാരല്ല. ബുധനാഴ്ച നഖം മുറിക്കണ്ട എന്നൊരു ഹദീസ് കണ്ടപ്പോ അത് ലൈഫാണ്. അപ്പൊ ലൈഫല്ലേ എന്ന് വിചാരിച്ചിട്ട് നഖം മുറിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മഹാനവറുകൾക്ക് ശരീരത്തിൽ അതാ വെള്ളപ്പാണ്ട് രോഗം വന്നു. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണൂല എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല, അതിലിവിടെ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ച് അവലാതി ബോധിപ്പിച്ചു. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച നഖം മുറിക്കരുത്, നിങ്ങൾ എന്തിനു മുറിച്ചു? മഹാനുകൾ ആ ഹദീസ് സഹീഹായി കിട്ടിയില്ലല്ലോ. സഹീഹായി കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ?
ആ റിവായത്തിന് കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്കത് ഒഴിവാക്കിക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയായ തസവ്വുഫ്, വറായി സൂക്ഷ്മത. നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ? അപ്പൊ പിന്നെ മാപ്പ് പറഞ്ഞു, എന്നിട്ടോ തൗബ പറഞ്ഞു, അപ്പോൾ അങ്ങ് തടകിക്കൊടുത്തു, രോഗം മാറിപ്പോയി. അതാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ് ഈ വേഷം കെട്ടി നടക്കുന്ന ശൈഖന്മാരെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫമിൻ ദാലിക, അത്തരം കക്ഷികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്ന കസീറൻ മിനൻ നാസി യദ്ദഇ ദീന വസ്സലാഹ്, പലരും ഞാൻ വലിയ ദീനിന്റെ ആളാണ്, ഞാൻ വലിയ സാലിഹാണ് എന്ന് പറയും. വന്നഹു മിൻ അഹ്ലിൽ വസൂലി, അദ്ദേഹം അള്ളാഹുവിലേക്ക് ചേർന്ന ആളാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് അയാളെന്താ പണിയെന്താ? ചില മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയാണ് അയാള്. അയാളെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ അറിയോ? ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനും ഒന്ന് വരുത്തി തീർക്കലാണ്, അതാണ് ഉദ്ദേശം. അങ്ങനെ മൂപ്പർക്ക് വലിയ ആളാൻ വേണ്ടി വേറെ ചില മഹാന്മാരുടെ ചരിത്രം പറയാണ്. ചിലരെത്രത്തോളം ഉണ്ട് എന്നറിയോ? ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇത് ഞങ്ങൾ പോയിട്ട് ആളെ സിയാറത്ത് ചെയ്തോളി. നീ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് വന്നാന്നും കൂടി പറഞ്ഞോളി. ഓ, മൂപ്പരടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് ഇവനെ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ചില പരിപാടിക്കാർ ഇപ്പോൾ ഇല്ലേ? അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അതും വേറെ ചിലര് എനിക്ക് ആ വലിയ മഹത്വമുള്ള ആത്മീയത ഒക്കെ കിട്ടിയെന്ന് വാദിക്കുന്നു. അവരിൽ ചിലര് ചില ചരിത്രങ്ങളൊക്കെ രചിക്കാൻ തന്നെ കഴിവുള്ളവരാ. വൽ മറായി, കുറെ സ്വപ്നങ്ങളും സ്വപ്നം രചിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാര്. സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് സ്വപ്നം. മൂപ്പര ഖിദ്ർ നബീനെ സ്വപ്നം കണ്ട്, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്, മറ്റേ ഷാഫി ഇമാമിനെ സ്വപ്നം കണ്ട്, കാണലോട് കാണൽ തന്നെ. ചിലർക്ക് വലിയ മുസീബത്ത് പറ്റിയിരിക്കുകയാണ്. പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് വച്ചക്കള്ളം പറയാണ്. ഫിൽ മനാമി, ഉറക്കില്. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. സംസാരിച്ചു. ചിലത് നിർദ്ദേശിച്ചു, ചിലത് വിരോധിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ വരെ മുതിരുന്നവർ ശൈഖ്വാദികൾ. ചിലർ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കണ്ടു എന്ന് വാദിക്കുകയാണ്. അതെ, ഞാൻ പച്ചയെ തന്നെ കണ്ടു, ഉറക്കിലൊന്നല്ല, ഞാൻ ഉണർവിൽ തന്നെ കണ്ടു എന്ന് വാദിക്കുന്നവര്. ഇത് വളരെ ഇടുങ്ങിയ ഗേറ്റാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചാൽ, സ്വപ്നത്തിൽ നബി തങ്ങളെ കാണാം, ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം. അതിവിടെ നിഷേധിക്കുന്നില്ല. ഇല്ലാ മങ്കാന അലാ സിഫത്തിൻ അസീസിൻ വജൂദുഹാ ഫീ ഹാസ സമാൻ. മുമ്പ് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട്, അതേ ഉറക്കിൽ കണ്ടവരുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി. അല്ലാഹു തആല വലിയ ഹിഫ്ള് കൊടുത്ത പ്രമുഖന്മാരായ ഔലിയാക്കൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അതില്ലെന്ന് വാദിക്കുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യനും അങ്ങ് വാദിക്കുകയാണ്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശൈഖ്വാദികളുടെ ചില പരിപാടികളാണ്. എന്നിട്ട് പിന്നെയും മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, വമിൻഹും മൻ യുശീറു ഇലാ നഫ്സിഹി ബിൽ കറാമാത്തി. ചിലരൊക്കെ സ്വന്തം കറാമത്ത് അതിങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, എൻ്റെ വകയിൽ ഞാനൊന്ന് കൂട്ടട്ടെ, അതിന് കുറച്ച് ഏജൻസികളുമുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായി എന്നിങ്ങനെ അയാൾ എന്നെ സൂചിപ്പിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കുറെ കറാമത്ത് പറയുന്നവര്. പിന്നെയോ
ഒരിക്കലും അവൻ കറാമത്തിന് യോഗ്യനല്ല. മറിച്ച് കറാമത്ത് കിട്ടാൻ കാരണമാകുന്ന നിലക്കുള്ള ജീവിതം അദ്ദേഹത്തിനില്ല. അതേപോലെ തന്നെ വേറെ ചിലര് ശൈഖന്മാരെ കണ്ടു എന്ന് പറയാണ്. അതേ മുഹീദ്ദീൻ ശൈഖ് ഇപ്പൊ പറഞ്ഞങ്ങ് പോയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, റിഫായി ശൈഖ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നത്. ഇങ്ങനൊക്കെ പറയുന്ന കുറെ ചങ്ങാതികളില്ലേ, വലുഖിയഹും ഓരെ കണ്ടുമുട്ടി എന്ന് പറയാണ്. വഹുവ മാദ അലിക്കലം യജിത്തമി ബിഹിം വലാ റആഹും, ആ മഹാന്മാരെ അവർ കണ്ടിട്ട് തന്നെ ഇല്ല, അതേപോലെ തന്നെ അവരെ കൂടെ ഇരുന്നിട്ടുമില്ല. ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണ്, ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടോ വലിയ CM വലിയുള്ളാന്റെ സ്വന്തം ആള്. അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ, ഇതൊക്കെ ഇമാമികൾ നേരത്തെ തന്നെ പറയാണ്. ചില മഹാന്മാരുമായി സഹവസിച്ചിട്ട് എനിക്ക് വലിയ ഹിദായത്ത് കിട്ടിയെന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, അതേപോലെ തന്നെ അവരുടെ തരീഖിലുമല്ല, അവരുടെ വഴിയിലുമല്ല. പിന്നെന്താ ഉണ്ടായത്? അത്തരം ചില ശൈഖന്മാരെ കണ്ട ചിലരെ ഇവൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ കണ്ട ചിലര് പറയുന്നത് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചിലര് ഖിദിർ നബിനെ കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നിട്ടോ അത് നേരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോ അതിന് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട്. സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയുന്നവരുണ്ട്. എത്രത്തോളം അറിയോ ഇങ്ങനത്തെ വാദം വാദിക്കുന്ന ചിലര്, അവരിങ്ങനെ പറയാണ്, ഖിദിർ നബി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുത്തുണ്ട്. അതെ, എൻ്റെ അതാ വാതിൽക്കൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ ദുഃഖാനിയും അല്ലേ, എൻ്റെ കട എൻ്റെ അടുത്ത് വരാറുണ്ട്, അല്ലേ എൻ്റെ സാബി എൻ്റെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് ഖിദിർ നബി സംസാരിക്കാറുണ്ട്. ഞാനിങ്ങനെ ബുക്കിങ് കൊള്ളെല്ലാം ചെയ്യുമ്പോ ഖിദിർ നബി ഇങ്ങനെ വരാറുണ്ട്. അതിനൊരു അടിസ്ഥാനമില്ല, അസുറുമില്ല, പറവില്ല, പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുതേ, ഖിദിർ നബിനെ കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും, അത് നിഷേധിക്കരുത്. ഖിദിർ നബി അലൈഹി സ്വലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം. പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ, ശൈഖ് വാദികൾ, അവര് പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ. 40 നാളവർ മുന്നിൽ ഖിദിർ വന്ന് നാവാലൊരു ഭാഷം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഖിദിർ ചൊല്ലി, ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. അത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ്. അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ ശൈഖ് വാദം ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പോകരുത്. ومنهم من أراد أن يلقي شيئا مما يخطر له قدم قبله الاستشهاد بكتاب الله. ഈ വാദികൾ എത്രത്തോളം ഉണ്ടെന്നറിയോ? ചിലര് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒരായത്തോതും. കള്ളത്തരം പറഞ്ഞാൽ പഠിച്ചവന്റെ അടുത്ത് കുടുങ്ങും എന്നുള്ള ആയത്ത് കോതിയിട്ട് ചിലപ്പോൾ കള്ളത്തരം പറയാം. ആദ്യം ആയത്ത് കോതിയിട്ട് കള്ളത്തരം പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് മുൻകർത്ത് പോവും എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ് ഈ കള്ളം പറയാൻ. പിന്നെ അവൻ സത്യം ചെയ്തങ്ങ് പറയും, അതേ ഖിദിർ നബിനെ കണ്ടു, മറ്റേ മുഹീദ്ദീൻ ശൈഖിനെ കണ്ടു, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്നൊക്കെ പറയും. എന്നിട്ട് അവരെല്ലാം മൂപ്പരോട് സംസാരിച്ചു. ഇനി അടുത്തതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോ, സാധാരണക്കാരി തന്നെ ഏകദേശം മുതഅല്ലിമീങ്ങളൊക്കെ സാധാരണക്കാരി തന്നെ കേട്ടോ,
എന്നല്ല, ചിലപ്പോൾ വലിയ മൂലാമാരൻ ചിലപ്പോൾ സാധാരണക്കാരായി പോലുണ്ട്. അപ്പോൾ പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോൾ ജഹലിന്റെ കടുപ്പം കൊണ്ട് അലൈഹിം ബി അഹ്ലിൽ ഹഖ്, ആരാണ് ഹഖിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതിരിക്കുമ്പോൾ വൽ ഖൈരി വസ്സലാഹി വൽ ഇത്തിബാഇ, ഖൈറിന്റെ ആൾ ആരാണ്, സലാഹുള്ള ആൾ ആരാണ്, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർ ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ ഇദാ മവ്വഹ അലൈഹിം അഹദുൻ മിൻ അഹ്ലി തംബീഹി, ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വശീകരിക്കുന്ന കക്ഷികൾ സംസാരിക്കുമ്പോൾ ഇൻഖാദൂലഹു, ആ സാധാരണക്കാര് അവര് ഇയാൾ ശൈഖാന്ന് വിചാരിച്ച് അയാൾ പറയും പോലെ അങ്ങ് നിന്ന് കൊടുക്കും. അയാൾ പറയും പോലെ നിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്ത്, സ്വന്തം വീടടക്കം പണയത്തിലായിപ്പോയി, ജപ്പുതിയാണ്. കാരണം ശൈഖ് പറയും പോലെ കൊണ്ട കൊടുത്തതാ, പിന്നെ അവസാനം ജപ്പുതിയാണ്. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ്. അതേ മിന്നഹലി തംബീഹിൻ ഖാദൂലഹു വഖാലൂ ബിഹി വത്തബഊഹു, അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും, നമ്മളെ ശൈഖ് എന്ന് പറഞ്ഞാൽ ദിവസം ഖിദ്ർ നബിനെ കാണുന്ന ആളാണ്, മൊഹീദ്ദീൻ ശൈഖ് അതേ റസൂലുള്ളാഹിനെ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും. വത്തബഊഹു, ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും. വനസ്സലുഹുൽ മൻസിലത്തല്ലതി യദ്ഈഹാ, അദ്ദേഹം വാദിക്കുന്ന ആ വാദപ്രകാരം അദ്ദേഹം ഉന്നത സ്ഥാനത്താണ് എന്ന് ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും. അസ്അലുല്ലാഹ സലാമത മിൻ ദാലിക ബിമന്നിഹി വകറമിഹി വബിൽ ജുംലതി ഫഅഹ്വാലുഹും റദിയതു ലാ തൻഹസിറു വഫീമാ വഖഅ തംബീഹു ബിഹി കിഫായത്തുൻ മുഖന്ന ഹദാ ഹാലുൽ മുസ്തതിരീന മിൻഹും. മഹാനായ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇങ്ങനെ കുറേ വാദികൾ ഉണ്ട്, ഇങ്ങനെ ശൈഖ് വാദിച്ച് നടക്കുന്നവര്. ഇത് തന്നെ ഇമാം ശറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കൗകബ് സാഹിഖ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സാദിഖ് വഗൈരി സാദിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 29ാമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇനി ഞാൻ നീട്ടി പറയുന്നില്ല. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ആലിമീങ്ങൾ ശരീഅത്തിനെതിരായി കണ്ടാൽ വിമർശിക്കണം. ചിലപ്പോൾ അത് ചെയ്യുന്ന ആള് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാനാണെങ്കിൽ പോലും ആലിമീങ്ങൾ ശരീഅത്തിനെതിരെ കണ്ടാൽ വിമർശിക്കണം. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്. നവവി ഇമാം ഖുത്ബാണെന്നതിൽ സംശയമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഖുത്ബൽ ഇമാമുൻ നവവി, ഇമാം നവവി ഖുത്ബയായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയതെന്ന് ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ട മഹാൻ. അതേ ആ ഇമാം നവവി ആരാണെന്ന് അന്വേഷിച്ച് പിടിച്ച് പിറ്റേ ദിവസം കാണാൻ പോയപ്പോൾ ഇമാം നവവി ദർസ് നടത്തുകയാണ്. നവവി ഇമാം ദൂരേന്ന് കണ്ടു അയാൾ വരുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ പറയാണ്, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഉക്തും മാ മഅക, നിങ്ങൾ കണ്ട സ്വപ്നം ലോകത്താരോടും പറയരുതേ. ശരിയായ ഖുതുബായ ഇമാം നവവി അതേ മഹാനവറുകളെ ഖുതുബാക്കിയ വിവരം ജനങ്ങളോട് പറയരുതെന്നാണ് പറയുന്നത്. ഇന്നലെ കണ്ട സ്വപ്നം ഒരാളോടും പറയല്ലേ എന്നങ്ങോട്ട് പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇബ്നുൽ അത്താർ തങ്ങളും അല്ലെങ്കിൽ അതേ ഇമാം സുയൂത്തി തങ്ങളോ അതേ ഇബ്നുൽ അത്താർ തങ്ങൾ തന്നെ ഇമാം നവവിയെ കുറിച്ച് എഴുതിയ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഇമാം നവവി അത്ര വലിയ മഹാനായ ഖുതുബാണ്. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഉസൂലുദ്ദീനി അർബഅത്തുൻ, ദീനിന്റെ അടിസ്ഥാനം 4 എണ്ണമാണ്. കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്, അൽ മുഅ്തബറാൻ. വമാ ഖാലഫ ഹാദിഹിൽ അർബഅ, ഈ 4നും എതിരായത് ഫഹുവ ബിദ്അ വമുർതകിബുഹു മുബ്തദിഉൻ, അത് ചെയ്യുന്നവൻ മുബ്തദിയാണ്. യതഅയ്യനു ഇജ്തിനാബുഹു വസജ്റുഹു, അവനെ അതിൽ നിന്ന് തടയണം, അവനുമായി മാറി നിൽക്കണം, അവനുമായിട്ട് അടുക്കല്ല വേണ്ടത്. പിന്നെയോ മിനൽ മത്ലൂബി ഇഅ്തിഖാദു മൻ അലിമ വഅമില, നന്നായി ഇൽമു പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ബഹുമാനാദരവ് വേണം. വലാസമ അദബ ശരീഅ, ശരീഅത്തിന്റെ അസബ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആള്. വസഹിബ സാലിഹീൻ, സജ്ജനങ്ങളുമായി സഹവസിക്കുന്ന ആള്, അദ്ദേഹത്തെ സംബന്ധിച്ച് ബഹുമാനാദരവ് മനസ്സിലുണ്ടാകണം. വഅമ്മാ മൻ കാന മസ്ലൂബൻ അഖ്ലുഹു, എന്നാൽ ചില മഹാന്മാർ അവരുടെ അഖ്ലി അതേ ഊരപ്പെട്ടവരുണ്ട്. മഗ്ലൂബൻ അലൈഹി, അല്ലെങ്കിൽ ബോധം കൃത്യമായി എപ്പോഴും ഇല്ലാത്ത ചില മസ്താന്മാരുണ്ട്. വദാലിക കൽ മജാദീബ്, അവർ മജ്ദൂബുകളെ പോലെയുള്ള ആളുകാരാണ്.
ഫസുല്ലിമ ലഹും, അവരെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഐ ഹാലുഹും, അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അവരെ കുറ്റം പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത്. വനുഫവ്വിദു ഇലല്ലാഹി ശഅനഹും, അവരെ കാര്യം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം, നമ്മളെ ഇടപെടാൻ പോകണ്ട. അതേസമയം മഅവുജൂബി ഇൻകാരി മാ യഖഉ മിൻഹും മുഖാലിഫൻ ലിളാഹിറിൽ അംരി ഹിഫ്ളൻ ലിഖവാനീനിശ് ശറഈ. ഇവിടെ ശറഅ് നിലനിൽക്കണം, ശരീഅത്ത് നിലനിൽക്കണം. ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരായി അവരിൽ വല്ലതും വന്നാൽ അതിനെ വിമർശിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും വേണം. അവർ വലിയ മഹാനല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ പറ്റൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഇതാണ് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞു, മിൻ അഖ്ലാഖിഹിം, ഒരു ശരിയായ ശൈഖോ അല്ലെങ്കിൽ ശൈഖ് വേണ്ട മുരീദോ ആയാൽ അവരെ സ്വഭാവം എങ്ങനെയായിരിക്കും? കസുറത്തു മഹബ്ബത്തിഹിം ലിൽ ഫുഖഹാഇ, പണ്ഡിതന്മാരോട് വലിയ സ്നേഹമായിരിക്കും ആർക്ക്? ശരിയായ മുരീദോ ശൈഖോ ആയാൽ. വടകര മുഹമ്മദ് ഹാജി തങ്ങൾക്ക് ആലിമീങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു. അതേപോലെ സി.എം. വലിയുല്ലാഹി തങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. കുണ്ടൂർ ഉസ്താദിന് എന്തൊരു സ്നേഹമായിരുന്നു. മഹാന്മാർ അങ്ങനെയാണ്, അവരെ ആലിമീങ്ങളെ തള്ളൂല. ആലിമീങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അവർക്ക്. ഇനി ആലിം എന്ത് ചെയ്യുന്നു? അവർ ചെയ്യുന്ന സംഗതിനെ വിമർശിച്ചു നിൽക്കുക, എന്നാലും സ്നേഹത്തിനൊരു കുറവുണ്ടാവില്ല. ഹിങ്കാരി അലൈഹിം വഅലാ തരീഖിഹിം, അവരെ ആ റൂട്ടിലും ഇയാൾക്ക് ആക്ഷേപം പറയുന്നുണ്ട് മൊയ്ലിയാർ. അതേപോലെ തന്നെ അയാളെ തന്നെ ആക്ഷേപം പറയുന്നുണ്ട്, വിമർശനം പറയുന്നു. ആക്ഷേപമല്ല, വിമർശനം പറയുന്നുണ്ട്. എന്നാലും പണ്ഡിതനോട് സ്നേഹം ഉണ്ടാവും ശരിയായ മുരീദാണെങ്കിൽ. എന്തുകൊണ്ട്? ഫഖീഹ് മാ യുൻകിറു ഇല്ലാ മാ ലാ യസ്ലു ഇലൈഹി ഫഹ്മുഹു, അദ്ദേഹത്തിന് മനസ്സിലായതല്ലേ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് തെറ്റാണെന്ന് മനസ്സിലായതല്ലേ അദ്ദേഹം വിമർശിക്കുന്നത്. അയാൾ ഡ്യൂട്ടിയല്ലേ. ഫഹുവ മഅ്ദൂറുൻ, അദ്ദേഹം മഅ്ദൂറല്ലേ, അയാൾ ഡ്യൂട്ടി നിർവഹിക്കല്ലേ. ഫീങ്കാരിഹി, അത് നിഷേധിക്കുന്നതിൽ മിൻ ഹൈസു ഇന്ന ശറഅ അമറഹു, കാരണം തെറ്റ് കണ്ടാൽ വിമർശിക്കണം എന്നത്, അത് ചോദ്യം ചെയ്യണം എന്നത് ശറഅ അയാളോട് വലിയാരോട് കൽപ്പിച്ചല്ലേ. അയ്യുൻകിറ കുല്ലമാ റഅഹു മിനൽ മുൻകരി ബിഹസബി ഫഹ്മിഹി, അയാൾക്ക് മനസ്സിലായതനുസരിച്ച് ശറഇനെതിരാണെങ്കിൽ അതിനെ വിമർശിക്കണം എന്നത് ശറഅ അയാളോട് കൽപ്പിച്ചതാ. വഇല്ലം യകുനിൽ അംറു മുൻകറൻ ഫീ നഫ്സിൽ അംർ, നഫ്സുൽ അംറിൽ യഥാർത്ഥത്തിൽ അത് മുൻകറല്ല നോക്കുക, എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായതനുസരിച്ച് തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെ വിമർശിക്കണം. ഏതുപോലെ? കമാ യശ്ഹദു ബിഹി വാഖിഅത്തു മൂസാ മഅൽ ഖദർ അലൈഹി വസ്സലാത്തു വസ്സലാം, മൂസാ നബിയും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര നടത്തിയില്ലേ? വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ, മൂസാ നബി മഅസൂമായ നബിയല്ലേ, തെറ്റിയോ? വഅന്ന മൂസാ അലൈഹി സ്വലാം മാ അൻകറ ഇല്ലാ ലിമാ അലിമ അന്നല്ലാഹു സുബ്ഹാനഹു വതആല അബാഹ ലഹു ദാലിക. അതെ, മൂസാ നബി അലൈഹി സ്വലാം വിമർശിച്ചത് എന്തുകൊണ്ടാണ് ഖദർ അലൈഹി സ്വലാമിനെ? അത് അല്ലാഹു തആല അദ്ദേഹത്തിന് അത് ഹലാലാക്കി കൊടുത്തിട്ടുള്ള വിവരം മൂസാ നബി അറിയൂലല്ലോ. അപ്പൊ തെറ്റ് കണ്ടാ വിമർശിക്കണ്ടേ? അതാണ് മൂസാ നബി വിമർശിച്ചത്. യനഹു മഅസൂമുൻ മിനല്ലാഹി, അല്ലാഹു തആല മഅസൂമാക്കിയ ആളല്ലേ മൂസാ നബി. മൂസാ നബിയുടെ വിമർശനം തെറ്റല്ല. മഅസൂമായ മൂസാ നബി തെറ്റ് ചെയ്യൂല, ചെയ്തത് ശരിയാണ് എന്ന് മാത്രമല്ല, മഅ്ദൂറുൻ ഫീമാ ലം യഅലം അന്നല്ലാഹു തആല അബാഹ ലഹു ദാലിക, അങ്ങനെയാണ്. അതെങ്ങനെയാണ്? അതുകൊണ്ടല്ലേ ഖദർ അലൈഹി ഇസ്ലാമിന് ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ മൂസാ നബിയോട്. മൂസാ നബിയോട് ആദ്യം അഡ്വാൻസ് പറഞ്ഞിട്ടില്ലേ? കൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബറ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമിച്ചിക്കാൻ പറ്റൂല, നിങ്ങൾ നബിയല്ലേ, നിങ്ങൾക്ക് തിരിയാത്ത കാര്യത്തിന് ക്ഷമിച്ചിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാണ്ട് എന്തായാലും പറ്റൂലട്ടോ എന്ന് മൂസാ നബീനോട് ആദ്യം തന്നെ ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ? ചോദ്യം ചെയ്തപ്പോൾ എന്തോ വെറുപ്പുണ്ടായിനോ? ഒരു വെറുപ്പോട്ടുണ്ടായിട്ടില്ലല്ലോ. മൂസാ നബി ഡ്യൂട്ടി നിർവഹിച്ചു. ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ഒമാ ഫഅൽതുഹു അൻ അംരി, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ഈ ഏകൽ മൂസാ നബി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം കുറ്റക്കാരനല്ല, ഖദർ അലൈഹി ഇസ്ലാമും കുറ്റക്കാരനല്ല. ഓ സുഹൃത്തുക്കളെ, ഇതൊന്നും വേർതിരിച്ചറിയാതെ ഒരു മൂസാ നബിയും ഖദർ അലൈഹി ഇസ്ലാമിനെയും ചരിത്രം പറഞ്ഞ ആളുകളെ ഇങ്ങനെ പൊട്ടീസാക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, ഒരു വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാം ഡ്യൂട്ടി നിർവഹിച്ചു, മഹാനവർ മഅസൂമാണ് എന്നല്ല, ഖദർ അലൈഹി ഇസ്ലാമിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള റസൂലും നബിയും ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുമാണ് കരീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഖദർ അലൈഹി ഇസ്ലാം നബിയാണെന്നുള്ളതാണ് അസഹ്, അക്സറുൽ ഉലമാ വലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഏതായിരുന്നാലും ശരി, മഹാനായ ഇമാം ഷഹറാനി വീണ്ടും പറയാൻ, ഫകുല്ലു മുരീദിൻ നഫറത്ത് നഫ്സുഹു മിനൽ ഫഖീഹിൽ മുൻകിരി അലൈഹി ഫഹുവ ജാഹിലു. ഒരു വിവരമുള്ള പണ്ഡിതൻ അദ്ദേഹം ചെയ്യുന്ന സംഗതിയോ അദ്ദേഹം പറയുന്നതിനെയോ ഒരു വിവരമുള്ള പണ്ഡിതൻ അത് വിമർശിക്കുമ്പോൾ ആ പണ്ഡിതനെ
അംഗീകരിക്കാതെയും ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിനെതിരായും പോകുന്നവനാണോ ഫഹുവ ജാഹിലുൻ, ആ മുരീദ് ജാഹിലാണ്. ലാ യജിഉ മിൻഹു ശൈഉൻ, അവന് തരീഖത്ത് ഉണ്ടാവില്ല, തസവ്വുഫ് ഉണ്ടാവില്ല. ഫി തരീഖി ലിമുആദാതിഹി, കാരണം അവന്റെ ശത്രുത ആരോടാ? ലിഹമലത്തി ശരീഅതി, ഇസ്ലാമിക ശരീഅത്തിനെ വഹിച്ച് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന പണ്ഡിതനോടാണ് അവന്റെ ആ ശത്രുത. അല്ലദീന ഹും ഹുദാത്തുൻ നാസ്, ആ പണ്ഡിതനാണ് ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നവർ, ആ പണ്ഡിതന്മാരാണ്. അവനോട് ശത്രുത വെച്ച ഇവൻ എങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനാകുക? ലാസിയമാ, പ്രത്യേകിച്ചും ഇൻകാനലം യതബഹർ ഫിൽ ഇൽമി, ഇൽമിൽ വലിയ ബഹറാകാത്തവനാകുമ്പോ, കഗാലിബി മുരീദീന ഹാദ സമാൻ, ഈ കാലത്തുള്ള അധിക മുരീദന്മാരും അങ്ങനെയാണ്. അല്ലദീന യതലമ്മദൂന ലിൽ അസിയാഖി മിൻ ഗൈരി ഇൽമിൻ ബിശ്ശരീഅതി ഫഇന്ന കറാഹതഹു ലി അഹ്ലിൽ ഇൽമി, ആലിമീങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ? മിൻ അലാമത്തി മഖ്തില്ലാഹി തആല ലഹു, അല്ലാഹുവിന്റെ വെറുപ്പ് സംഭവിച്ചവനാണവൻ, സമ്പാദിച്ചവനാണവൻ എന്നതിന്റെ തെളിവാണത്. കമാ അലൈഹി ത്വായിഫത്തു ഫുഖറാഇൽ മുഖാബത്തി ബഅദി ഫുഖറാഇൽ അജം ഫയഖൂലൂന, ഈ കക്ഷികളുടെ വാദം എന്താണ്? അൽ ഫുഖഹാഉ മഹ്ജൂബൂന അനില്ലാഹ്, ഈ മൗലവിമാർക്ക് ഇതൊന്നും തിരിയൂല, പടച്ചോനെ ആയിട്ട് അവർക്ക് മറയാണ്, പടച്ചോന്റെ അടുത്ത് ഇൽമൊന്നും അവർക്ക് കിട്ടുന്നില്ല. വൽഹാലു അന്നഹും ഹുമുൽ മഹ്ജൂബൂൻ വലാകിൻ ലാ യശ്ഉറൂൻ, വാസ്തവത്തിൽ പടച്ചവന്റെ ദീനിന്റെ ഒരു വിവരവും കിട്ടാത്തവൻ ഇവനാണ്, അല്ലാതെ പണ്ഡിതന്മാരല്ല. ഫഅലം ദാലിക യാ അഖീ, ഓ എന്റെ സഹോദര, നീ മനസ്സിലാക്കി വെച്ചോ. വഫത്തിസ് നഫ്സക, നിന്റെ ശരീരത്തെ നീ പരിശോധിച്ചോ. ഫറുബ്ബമാ കുന്ത അൻതൽ ആഖിറു തക്റഹുൽ ഫുഖറാ അൽ മുൻകിരീന അലൈക, നിന്നെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വെറുക്കുന്ന ആൾ നീ ആയിരിക്കും. തുമ്മ തസീറു, പിന്നെ ചിലപ്പോൾ നീ ചില പരിപാടി ഒപ്പിക്കും. അങ്ങനെ തുദാഹിനുഹും വതംദഹും റിയാഅൻ വനിഫാഖൻ, നിന്റെ മനസ്സിലായ ആലിമിനോട് ഒരു ബഹുമാനവും ഇല്ല, ആദരവും ഇല്ല. എന്നാൽ ചിലപ്പോ നീ സോപ്പിടുന്ന ചില വർത്തമാനം പറയും. അതേപോലെ തന്നെ അണികളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോ നീ ഒരു പണ്ഡിതനെ കുറെ ബഹുമാനിച്ച് പറയും, അപ്പൊ ഞാൻ വേറൊരു പണ്ഡിതനെ കുറെ നിസാരപ്പെടുത്തി പറയും. ചിലപ്പോൾ ആ പണ്ഡിതനെ നീ കുറെ നിസാരപ്പെടുത്തി പറയും, അപ്പൊ വേറൊരു പണ്ഡിതനെ കുറെ പൊക്കി പറയും. ഇതൊക്കെ നിഫാഖല്ലടോ. ഇമാം ശഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊക്കെ കാപട്യമാണ്, നിഫാഖൻ ചെയ്യുന്ന പണിയാണ്. വഅലം യാ അഖി അന്നൽ ഫഖീഹ മാ അൻകറ അലൈക, പണ്ഡിതന്മാരെ നിന്നെ വിമർശിച്ചത് ഇല്ലാ മാ ഖാലഫ്ത ഫീഹി ളാഹിറ ശരീഅത്തി ബിഹസബി മഖാമിഹി, നീ ശരീഅത്തിനെതിരായി ചെയ്തതിനെയാണ് വിമർശിച്ചത്. ഫഅലം ദാലിക, നീ അത് മനസ്സിലാക്കി വെച്ചോ. നീ ആലിമീങ്ങളെ വിമർശിച്ചിട്ട് സൂഫിയാകാന്ന് വിചാരിക്കണ്ട. ഇമാം ശഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി ഒരു ഇബാറത്തും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. وليتعين على الموفق أيضا ألا يدخل تحت هيطة أحد إلا بعد أن يقهره حاله أو يعلم منه الإحاطة بعلم الشريعة والحقيقة. ശരിക്കും ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും രണ്ട് അറിവും പരിപൂർണമായി മനസ്സിലാക്കി എന്നറിയാതെ ഒരാളും പോയിട്ട് എന്ത് ചെയ്യണ്ട, ശൈഖാന്ന് വിചാരിച്ചിട്ട് കൂടാൻ പോണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളാ പറയുന്നു. ലിമാനൽ കാദിബീന വൽ മുതലബ്ബിസീന ഖദ് കസുറു, കാരണം ഈ കാലത്ത് കള്ളം പറയുന്നവരും ആശയക്കുഴപ്പമാക്കുന്നവരും വർദ്ധിച്ചിരിക്കുന്നു. അവര് ശരിയായ മഹാന്മാരെ തരീഖത്താണെന്ന് വാദിക്കുന്നു. വഹും മിൻഹാ ബരീഊൻ, അവരാ തരീഖത്തുകാരല്ല കേട്ടോ. വൈലന്നാരി സായിറൂൻ, നരകത്തിലേക്ക് പോകുന്നവരാണ് കേട്ടോ. ലീസൂഇ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനം അത്രയും ചീത്തയാണ്. വഫസാദി അഹ്വാലിഹിം വഅഖ്വാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം, അവരുടെ അവസ്ഥയും അവരുടെ വാക്കുകളും അങ്ങനെയാണ്. വതകാലബിഹിം അല ദുനിയൽ ഫാനിയത്തി, അവർ ദുനിയാവ് എങ്ങനെങ്കിലും വലിച്ചുണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. നിലനിൽക്കുന്ന ആഖിറത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരാണവർ. ഇത് ലൈസ ഖസ്ദുഹും, എന്തുകൊണ്ട് അവരുടെ ഉദ്ദേശമല്ല, ഈ സൂഫിയാക്കളെ തരീഖത്തിനെ വാദിക്കൽ കൊണ്ട് അവരുടെ ഉദ്ദേശമല്ല. ഇല്ലാ ജംഅൽ ഹുതാം, പണം സമ്പാദിക്കൽ, ധനം സമ്പാദിക്കൽ, ആളുകൾ കൈപിടിച്ച് ചുംബിക്കൽ. വനൈല ലദ്ദത്തി അക്ലിൽ ഹറാം, ഹറാം തിന്ന് രുചിക്കൽ. വസ്തിഫറാഖിൽ ഉംരി ഫിൽ ജഹാലാത്തി വൽ അഹാം, അതുപോലെ തെറ്റുകളിലും
വിവരക്കേടിലുമായി നീങ്ങൽ. ഫഹദാരി ഹദാരി, അതുകൊണ്ട് സൂക്ഷിച്ചോളണം. മിൻ അംസാലിഹിം, അത്തരത്തിലുള്ള ശൈഖന്മാരെ സൂക്ഷിക്കണം. വല്യഖ്തിറാരി ബി അഖ്വാലിഹിം വ അഫ്ആലിഹിം, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കണ്ടുപെട്ടു പോകരുത്. ഫഇന്ന കുല്ല മനിത്തബഅഹും, അത്തരക്കാരെ പിന്തുടർന്ന ആളുകൾ സല്ല ഖദമുഹു, അവന്റെ കാല് ഇടറിപ്പോയി. വതഗാ ഖലമുഹു, അവന്റെ പേന പിഴച്ചുപോയി. വഹഖ നദമുഹു, അവൻ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഹുരിമൽ വസൂലു ഇലാ ശൈഇൻ മിനൽ കമാൽ, ഒരു പരിപൂർണതയിലും എത്താൻ അവന് കഴിയാത്ത വിധം അവൻ തടയപ്പെട്ടു പോയി. വയതീഹി മിനല്ലാഹി അഅ്ളമുൽ ബവാരി വന്നകാൽ, വലിയ മുസീബത്ത്, ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന മുസീബത്ത് അത്തരം ആളുകളെ പിന്തുടരുന്നവർക്ക് വരാനുണ്ട്. വഅലൈക ഇൻ അറത്ത അൻ യൽഹറ ലകൽ ഹഖ്, നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് ഹക്ക് മനസ്സിലാകണോ? വഅന്നക തതഹല്ലാ ബിസ്സുദ്ഖി, നിനക്ക് നല്ല നിലയ്ക്ക് ജീവിച്ച് ആ തരീഖത്തിന്റെ വഴി പോണമെന്നുണ്ടോ? എന്നാൽ നീ ഒരു പണി ചെയ്തോ. ബിമുതാലഅതി ഹിയാൽ ഗസ്സാലി റഹിമഹുല്ലാഹ്, ഇമാം ഗസ്സാലിയുടെ ഹിയ മുതാലഅ ചെയ്തോളൂ. വരിസാലത്തിൽ ഇമാം ആരിഫിൽ ഖുശൈരി, ഇമാം ഖുശൈരിയുടെ റിസാല മുതാലഅ ചെയ്തോളൂ. അവാരിഫിൽ മആരിഫിൽ സുഹ്റവർദി, ഇമാം സുഹ്റവർദിയുടെ അവാരിഫിൽ മആരിഫ് നോക്കിക്കോളൂ. വൽ ഖൂത്തുലി അബി താലിബിൽ മക്കി, അബൂ താലിബ് മക്കിയുടെ ഖൂത്തുൽ ഖുലൂബ് നോക്കിക്കോളൂ. ഫഇന്ന ഹാദിഹി ഹിയൽ കുതുബുൻ നാഫിയത്തുൽ മുബയ്യിനത്തു ലി അഹ്വാലിസ് സാദിഖീൻ, ശരിയായ സത്യവാന്മാരായ മഹാന്മാരുടെ വിവരങ്ങൾ പറയുന്ന ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളാണത്. വതൽബീസാത്തിൽ മുബ്തിലീൻ, ബാത്തിൽവാദക്കാരുടെ എല്ലാ പറ്റിക്കലുകളെ സംബന്ധിച്ചും പറയുന്ന കിതാബാണത്. വൽഹാമിലത്തു അലാ മആലിൽ അഖ്ലാഖ് വഇസാരിൽ ഫഖ്രി വൽഇംനാഖി വഇദ്മാനി ത്വാഗാത്തി വമുലാസബത്തിൽ ഇബാദാത്തി സിയമൽ ജമാഅത്ത് വൽഇറാദി അൻ സഫാസിഫി അഖ്വാമിൻ ഗലബ അലൈഹിം الشيطان فسول لهم القبيح حسنا والمنكر معروفا والمذموم ممدوحا فاستغرفوا في بحار شهواتهم وقبيح اعتقاداتهم وإراداتهم وهم مع ذلك يحسبون أنهم يحسنون صنعا. ഞങ്ങൾ ചെയ്യുന്ന വലിയ തരീഖത്താണ്, ഞങ്ങൾ ശൈഖാണ്, മുരീദാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരൊക്കെ പിഴച്ചുപോയി, എന്തെല്ലോ പെട്ടുപോയവരാണ്. നീ അവരെ ഒന്നും പിന്തുടർന്നു പോയിട്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പ്രത്യേകം ഉപദേശിക്കുകയാണ്. ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ സൂഫിയാക്കളായ ആരിഫീങ്ങളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.